ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അജ്മൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഡേ ഭായ് സാഹബിൻ്റെ പാർട്ട് 3 ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബഡേ ഭായ് സാഹബിൻ്റെ 2 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ നാൾ മുമ്പ് ഇട്ടതാണ്, പിന്നെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ജൂൺ 14 മുമ്പ് ഇടണമെന്നൊക്കെ അമൻ ഷായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പേര് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി, പിന്നെ ആ ടൈം ടേബിളിനെ കുറിച്ച് പറഞ്ഞു. അത് ടൈം ടേബിൾ എങ്ങനെയാണ് എന്ന് വരെ പറഞ്ഞു. ഇനി ആ ടൈം ടേബിൾ നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് പാലിച്ചോ, അതോ എങ്ങനെയായിരുന്നു സംഭവങ്ങൾ, ശരിക്കും നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് നന്നായോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങാം. ഓക്കെ. मगर टाइम टेबल बना लेना एक बात है, उस पर अमल करना दूसरी बात है. ടൈം ടേബിൾ ഉണ്ടാക്കുന്നതൊക്കെ ശരിയാണ്, ഒരു കാര്യമാണ്. പക്ഷേ ഉസ് പർ അമൽ കർണ, അതായത് ഉസ് പർ പാലൻ കർണ, പാലിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് ടൈം ടേബിൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അദ്ദേഹം നന്നായെന്ന് നമ്മൾ കരുതണ്ട എന്നുള്ള ഒരു ഹിൻ്റാണ് ഇവിടെ തരുന്നത്. കാരണം ഉണ്ടാക്കുന്നതൊക്കെ ശരി തന്നെ, അതൊരു കാര്യമാണ്. പക്ഷേ അത് പാലിക്കുന്നോ എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ഛോട്ടെ ഭായ് സാഹബ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. പെഹ്ലെ ഹി ദിൻ ഉസ്കി അവഹേളന ശുരു ഹോ ജാത്തി ഹെ. സാധാരണ നമ്മൾ എന്താണ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അത് പാലിച്ചിട്ടേ നമ്മളതിനെ വിട്ട് കളയത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ അവസ്ഥ പെഹ്ലെ ഹി ദിൻ, ആദ്യത്തെ ദിവസം തന്നെ ഉസ്കി അവഹേളന ശുരു ഹോ ജാത്തി ഹെ, അതിനെ അവഹേളിക്കാൻ തുടങ്ങി. അതായത് മലയാളത്തിലെ ആ ഒരു അർത്ഥമല്ല എന്നാണ് തോന്നുന്നത്. അവഹേളന മീൻസ് അതിനെ തിരസ്കാർ കർണ ശുരു ഹോ ജാത്തി ഹെ എന്ന് വെച്ചാൽ അനുസരിക്കാതിരിക്കാൻ തുടങ്ങി, ഡിസൊബേ ചെയ്യാൻ തുടങ്ങി, ഒബേ ചെയ്യാതിരിക്കാൻ തുടങ്ങി. അതായത് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ടൈം ടേബിളിനെ പാലിക്കാതിരിക്കാൻ ശുരു ഹോ ജാത്തി, നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് തുടങ്ങി. मैदान की वह सुखद हरियाली, ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടിരുന്നത്, അതങ്ങനെ പോയി. ഓക്കെ. മൈതാൻ കി വഹ് സുഖദ് ഹരിയാലി, നമ്മുടെ മൈതാനത്തിൻ്റെ, ഏത് മൈതാനം? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് കളിക്കാൻ പോകുന്ന ആ ഒരു മൈതാനത്തിൻ്റെ സുഖദ് ഹരിയാലി, സുഖമുള്ള ആ ഒരു പച്ചപ്പ്. ഹവാക്കെ ഹൽക്കെ ഹൽക്കെ ഛോങ്കെ, ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ശബ്ദം. ഫുട്ബോൾ കി വഹ് ഉച്ഛൽ കൂത്, ഫുട്ബോളിൻ്റെ ആ ഒരു തട്ടുന്ന സൗണ്ടും അവിടെ ബോൾ തെറിച്ച് പോകുന്ന ആ ഒരു സൗണ്ട്. കബഡി കെ വഹ് ദാവ് ഖാദ്, കബഡിയുടെ ആ ഒരു കബഡി എന്നുള്ള ആ ഒരു പറച്ചിലും, അതുപോലെ തന്നെ കബഡിയുടെ ആ ഒരു സൗണ്ട്, അതിൻ്റെ ഒരു വാശി. വോളിബോൾ കി വഹ് തേസി ഓർ ഫുർത്തി, വോളിബോളിൻ്റെ ആ ഒരു സ്പീഡും ആ ഒരു ഒരു എലിജിറ്റി, അതുപോലത്തെ സംഭവങ്ങളെല്ലാം. മുഛെ അഗ്നി, ഇതെല്ലാം ആരാണ് പറയുന്നത്? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബല്ലേ. അപ്പം പാലിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ മൈതാൻ കി വഹ് സുഖദ് ഹരിയാലി, ഹവാ കെ ഹൽക്കെ ഹൽക്കെ ഛോങ്കെ, ഫുട്ബോൾ കി വഹ് ഉച്ഛൽ കൂദ്, കബഡി കെ വഹ് ദാവ് ഖാദ്, വോളിബോൾ കി വഹ് തേസി और फुर्ती, मुझे अज्ञात और अनिवार्य रूप से खींच ले जाती. അതായത് എന്നെ അജ്ഞാതമായ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ, എനിക്കറിയില്ല അതെങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം എന്നെ ആകർഷിക്കുന്നത്, എങ്ങനെയോ എന്നെ ആകർഷിക്കുന്നു. ഓർ അനിവാര്യ രൂപസെ, അനിവാര്യ എന്ന് വെച്ചാൽ ജറൂർ, അത്യാവശ്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ അനിവാര്യമായ ഒരു രൂപത്തിൽ എന്നെ മൈതാനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് പറയുന്നു. ഇതെന്തിനാണ് പറയുന്നത്? ഒരു കാരണം വേണ്ടേ നമ്മുടെ ടൈം ടേബിൾ അനുസരിക്കാതിരിക്കാൻ? പിന്നെന്താണ്? ഖീഞ്ചിലെ ജാത്തി ഓർ വഹാൻ ജാത്തേ ഹി, എന്നിട്ട് മൈതാനത്തിൽ ഇതൊക്കെ ആകർഷിച്ചല്ലോ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മെ സബ് കുച്ച് ഭൂൽ ജാത്ത, ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നുപോകും. എന്ത് മറന്നുപോകും? വഹ് ജാൻ ലേവാ ടൈം ടേബിൾ, ആ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ടൈം ടേബിൾ.
ജീവൻ എടുക്കുന്ന ടൈം ടേബിൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെന്തിനാ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്? വഹ് ആങ്ക് ഫോഡ് പുസ്തക്, ആ കണ്ണ് പൊട്ടിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ. ആങ്ക് ഫോഡ് പുസ്തക്. കിസി കി യാദ് ന രഹത്തി, അപ്പോൾ മൈതാനത്തിൻ്റെ ഈ ഒരു സുഖദ് ഹരിയാലി, ഹവാ കെ ഹൽക്കെ ഹൽക്കെ ചോങ്കെ, ഫുട്ബോൾ കി വഹ് ഉछल കൂദ്, കബഡി കെ വഹ് ദാവ് ഖാദ്, വോളിബോൾ കി വഹ് തേസി ഓർ ഫുർത്തി. ഇത്രയും കാര്യങ്ങൾ മൈതാനത്തിലേക്ക് ആകർഷിച്ച ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോട്ടെ ഭായ് സാഹബ് ആ ജാൻലേവ ടൈം ടേബിൾ, ആങ്ക് ഫോഡ് പുസ്തക്, അതായത് ജീവൻ എടുക്കുന്ന ടൈം ടേബിളും കണ്ണ് പൊട്ടിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളും ഇതെല്ലാം മറന്നുപോയി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ചോട്ടെ ഭായ് സാഹബ്. ഇതുപോലത്തെ പ്രത്യേകമുള്ള വാക്കുകൾ ഇതെല്ലാം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, അത് പഠിച്ച് വെച്ചിട്ട് അടുത്ത ബാക്കിയുള്ളത് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. और भाई साहब को നസീഹത്ത് और ഫസീഹത്ത് का അവസർ മിൽ ജാത്ത. നസീഹത്ത് എന്താണ്? ഉപദേശം, വഴക്ക്, ഇതൊക്കെ. ഫസീഹത്ത് എന്താണ്? അപമാനിക്കുക. അപ്പോൾ ഭായി സാഹബിന് ഇതെല്ലാം കളിക്കുന്ന അവിടെ ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോകും. കളിച്ച് കഴിയുമ്പോഴാണ് എന്ത്? ഭായി സാഹബിൻ്റെ വഴക്കും അപമാനവും ഒക്കെ കേൾക്കാനുള്ള അവസരം കിട്ടുന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നത്. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഒരവസരം, എന്തിൻ്റെ അവസരം കിട്ടും? അപമാനിക്കപ്പെടാനും വഴക്ക് കേൾക്കാനും ഉപദേശം കേൾക്കാനുമുള്ള അവസരം ആർക്ക് കിട്ടും? നമ്മുടെ ചോട്ടെ ഭായ് സാഹിബിന് കിട്ടും. മേ ഉൻകെ സായേ സെ ഭാഗ്ത, ഞാൻ അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്ന് പോലും ഓടി ഒളിക്കുക. ഭാഗ്ത എന്ന് വെച്ചാൽ ഓടുക. ഇവിടെ ഓടുക എന്ന് ഉദ്ദേശിക്കുന്ന ഓടി ഒളിക്കുക. നിഴല് പോലും, അദ്ദേഹത്തിൻ്റെ നിഴല് പോലും എന്നെ കാണാത്ത രീതിയിൽ. അല്ല, ഇങ്ങനെ പറയുന്നത് എന്താണ്? ബഡേ ഭായ് സാഹബിൻ്റെ മുന്നിൽ ഇങ്ങനെ കളിച്ചിട്ട് ഇത്രയും ഉപദേശിച്ചിട്ടാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയത്. എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ കളിക്കാൻ പോയത് ബഡേ ഭായ് സാഹബ് അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? തീർന്നു. ഓക്കെ. ഇഷ്ടംപോലെ വഴക്ക് കിട്ടുന്ന ഈ ചോട്ടെ ഭായ് സാഹബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ബഡേ ഭായ് സാഹബിൻ്റെ ഒരു ഗുണം എന്താണ്? ഉപദേശിക്ക് കലാമേ നിപുണിത. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഉപദേശിക്കാൻ നല്ല മിടുക്കന. അപ്പോൾ അതിനെയാണ് നമ്മുടെ ചോട്ടെ ഭായ് സാഹിബിന് പേടി. ഉപദേശം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്ന് പോലും ഓടി ഒളിക്കുകയാണ് ആര്? നമ്മുടെ ചോട്ടെ ഭായ് സാഹബ്. ഉൻകി ആംഖോ സെ ദൂർ രഹനെ കി ചേഷ്ട കർത്ത. ചേഷ്ട എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കോശിഷാണ്. അപ്പോൾ ചേഷ്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോശിഷ്, അതായത് പരിശ്രമം. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് പോലും, അദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാതെ ദൂരഹനെ, കണ്ണിൽ പെടാതെ മാറി നിൽക്കാൻ വരെ ഞാൻ വളരെയധികം ചേഷ്ടാകർത്ത, അതായത് കഷ്ടപ്പെടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. കമരമേ, മുറിയിൽ ഇസ് തരഹ് ദബേ പാവ് ആത്താ കി, ഞാൻ ദബേ പാവ് നമ്മൾ കൊച്ചുനാൾ മുതൽ ഇഷ്ടംപോലെ കേൾക്കുന്ന ഒരു വാക്കാണ്. ഹിന്ദി പഠിക്കുകയാണെങ്കിൽ എന്തുവാ ദബേ പാവ് എന്ന് വെച്ചാൽ ഈ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ, അതൊരു മുഹാവരയാണ്. ദബേ പാവ് ഈ കള്ളന്മാരൊക്കെ വരുന്നതിന് മുമ്പ് പമ്മി വരിക എന്ന് നമ്മൾ പറയത്തില്ലേ? കള്ളന്മാരൊക്കെ വരുന്നതിൻ്റെ കൂട്ട് പമ്മി വരിക. അതാണ് ഈ ദബേ പാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കാല് നമ്മൾ നടക്കുന്ന സൗണ്ട് പോലും ഉണ്ടാക്കാതെ പതുക്കെ കാലെടുത്ത് വെച്ച് മുറിയിലേക്ക് ആര് കയറി വരും? നമ്മുടെ ചോട്ടെ ഭായ് സാഹബ് കയറി വരും. അങ്ങനെ വന്നിട്ട് പോലും ആത്താക്കി ഉനേ ഖബർ ന ഹോ, അല്ല അങ്ങനെ വന്നിട്ട് പോലും അല്ല, എന്തിനാണ് ഇങ്ങനെ വരുന്നത്? ഉനേ ഖബർ ന ഹോ, അതായത് ഖബർ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ന്യൂസ്, ഇൻഫർമേഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഡേ ഭായ് സാഹബിന് അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതിരിക്കാൻ വേണ്ടി, ഈ ചോട്ടെ ഭായ് സാഹബ് കളി കഴിഞ്ഞ ശേഷം വന്നത് അറിയാതിരിക്കാൻ വേണ്ടി റൂമിൽ ഇതുപോലെ ദബേ പാവ് ശബ്ദമുണ്ടാക്കാതെ കയറി വരും എന്നാണ് നമ്മുടെ ചോട്ടെ ഭായ് സാഹബ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കളിച്ചതുകൊണ്ട്, നിഴലിൽ നിന്ന് ഓടി. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫാണ് കേട്ടോ. ഇവിടുത്തെ കുറേ വാക്കുകളുണ്ടല്ലോ, അതെല്ലാം ഭയങ്കര പോയിൻറ്റ്സ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വാക്കുകൾ. ഈ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്ന് പോലും ഓടി ഒളിക്കുമായിരുന്നു. സായേ സെ ഭാഗത്ത, ആംഖോ സെ ദൂർ രഹനെ കി ചേഷ്ട കർത്ത, നോട്ടത്തിൽ പെടാതെ മാറി നിൽക്കും. ആൻഡ് കമരേമേ ഇസ് തരഹ് ദബേ പാവ് ആത്താ കി ഉനേ ഖബർ ന ഹോ, അദ്ദേഹം അറിയാത്ത രീതിയിൽ പമ്മിയാണ് ഞാൻ റൂമിലേക്ക് കയറി വരുന്നത്. ഉൻകി നസർ മേരി ഓർ ഉഠി ഓർ മേരെ പ്രാൺ നിക്കലെ.
ഉൻകി നസർ മേരി ഓർ ഉഠി ഓർ മേരെ പ്രാൺ നിക്കലെ. അദ്ദേഹത്തിൻ്റെ നസർ അതായത് എന്താണ്, ദൃഷ്ടി അല്ലെങ്കിൽ ശ്രദ്ധ. അദ്ദേഹം എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ മേരി ഓർ ഉഠി എന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ കണ്ടു. ഞാൻ ഒരു പ്രാവശ്യം റൂമിൽ കയറി വന്നപ്പോൾ എന്നെ കണ്ടു, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മേരെ പ്രാൺ നിക്കലെ, എൻ്റെ ജീവൻ പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവൻ പോയി. നമ്മൾ പറയത്തില്ലേ, അയ്യോ ആരെങ്കിലും ഇപ്പോൾ ഒന്ന് പേടിപ്പിച്ചതെന്ന് ചോദിച്ചോ, പേടിപ്പിച്ചിട്ട് അയാളെ നമ്മുടെ അടുത്ത് ചിരിച്ച് കാണിക്കുമ്പോൾ നമ്മൾ പറയും, എടാ പോടാതെ ഇഷ്ടമാണ്, എൻ്റെ ജീവൻ പോയി, ഇങ്ങനെ പറയത്തില്ലേ? അതുപോലെ നമ്മുടെ ബഡേ ഭായ് സാബ് തമാശയിലല്ല, ശരിക്കും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. കാരണം അത്രയ്ക്ക് പേടിച്ച് കയറി വന്നിട്ട് കണ്ടുപിടിച്ചില്ലേ, കള്ളന്മാരൊക്കെ കയറി വന്നിട്ട് വീട്ടുകാർ കണ്ടുപിടിച്ചുള്ള അവസ്ഥ എന്താണോ അതേ സംഭവമാണിത്. ഓക്കെ. ഹമേഷ സിർ പർ ഏക് നംഗി തൽവാർ സി ലട്ടക്തി മാലൂം ഹോത്തി. ഹമേഷ എപ്പോഴും എന്താണ്, ഞാനിങ്ങനെ നടക്കുമ്പോഴെല്ലാം സിർ പർ ഏക് നംഗി തൽവാർ സി ലട്ടക്തി മാലൂം ഹോത്തി. ലട്ടക്തി, ഇത്രയും സിർ പർ ഏക് നംഗി തൽവാർ സി ലട്ടക്തി എന്ന് പറയുന്ന ഒരു മുഹാവരയാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് അതിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നല്ലോ, മൗത്ത് കാ ഖത്തര മെഹസൂസ് ഹോന എന്നാണ് ആ വാക്ക്. എന്താണ്? മരണത്തിൻ്റെ ഭയം അനുഭവപ്പെടുക. അതായത് എപ്പോഴും സിർപ്പർ, അത് ആ ഒരു വാക്കുകളുടെ അർത്ഥം തന്നെ നോക്ക്. സിർപ്പർ തലയിൽ, എക് നംഗി തൽവാർ സി ലട്ടക്തി മാലൂം ഹോത്തി, എൻ്റെ തലയിൽ എപ്പോഴും ഒരു വാള് ഇങ്ങനെ തലയുടെ മേളിൽ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുകയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും ആ വാള് താഴെ വീഴാം, അതായത് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം, മരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. മരിക്കുകയല്ല, ആ ഒരു എക്സ്ട്രീം ആയിട്ട് ആ ഉള്ളൊരു പേടി കാണിക്കുക നമ്മളെ. ആരോട്? ബഡേ ഭായ് സാഹിബിനോടുള്ള ഒരു പേടി. ഈ പേടി ഓർത്തിരുന്നോണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പേടിയെക്കുറിച്ച് നമുക്കൊന്നും കൂടെ ഓർക്കാനുള്ളതാണ്. फिर भी जैसे मौत और विपत्ति के बीच भी आदमी मोह और माया के बंधन में जकड़ा रहता है. फिर भी जैसे मौत और विपत्ति के बीच भी, എന്നിട്ട് പോലും. ഇപ്പോൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയല്ലേ ആര്? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും ഫിർ ഭി ജേസെ മൗത്ത് ഓർ വിപത്തി കെ ബീച്ച് എന്ന് വെച്ചാൽ എന്താ? ഇടയിൽ. എന്നിട്ട് പോലും മൗത്ത്, മരണം, മൗത്ത് എന്ന് വെച്ചാൽ മരണമാണ്, വിപത്തി ആപത്ത്, ഇതിൻ്റെ ഇടയിൽ പോലും ബീച്ച് ഭി ആത്മി മോഹ് ഓർ മായാ കെ ബന്ധൻ മേ ജക്കടാ രഹതാ ഹെ. നമ്മൾ ലക്ഷ്മണ സാന്ത്വനത്തിൽ പഠിച്ചില്ലേ? എന്താ മോഹം, മായ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ഇതെങ്ങനെ? ഓക്കെ. മായ എന്ന് പറഞ്ഞാൽ മോഹവും മായയും അതൊക്കെ നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുള്ള ലൗകിക സുഖങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇതെല്ലാം വിട്ടേക്ക്. ഛോട്ടെ ഭായ് സാഹിബ്, ബഡേ ഭായ് സാഹിബ്, ഇതൊന്ന് ഓർത്ത് നോക്കും. മനുഷ്യർ മരണം അടുത്ത് വന്നാൽ പോലും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തൊക്കെ വേണമെങ്കിലും ചെയ്യും, എന്തൊക്കെ ഉപദ്രവം വേണമെങ്കിലും ചെയ്യും, എന്തൊക്കെ തിന്മ വേണമെങ്കിലും ചെയ്യും. ഒന്നിനെയും പേടിയില്ലാതെ എല്ലാ ദുഷ്ടതരങ്ങളും ചെയ്യും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതാണ് ഈ മൗത്ത് ഓർ വിപത്തി കെ ബീച്ച് ഭി, മരണത്തിൻ്റെയും ആപത്തിൻ്റെ ഇടയ്ക്ക് നിന്നാൽ പോലും ആദ്മി, മനുഷ്യർ എന്ത് ചെയ്യുന്നു? മോഹ് ഓർ മായാ കെ ബന്ധൻ മേ ജകടാ രഹതാ ഹെ, എപ്പോഴും മോഹത്തിലും മായയിലും കുടുങ്ങി ആ ഒരു പണം അല്ലെങ്കിൽ അത്യാഗ്രഹം, ക്രോധം, ഇതുപോലത്തെ ക്രോധം, പരിത്യജി, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ക്രോധം, അങ്ങനത്തെ ചിന്തകളിൽ, അങ്ങനത്തെ ഫീലിങ്സിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. പ്രതികാരം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പണം വേണം, അത്യാഗ്രഹമാണ്, എത്ര ആപത്തുണ്ടെങ്കിലും ആ പണം എനിക്ക് എടുത്തേ പറ്റൂ. ഇതുപോലത്തെ മായകളിൽ അകപ്പെടുന്ന മനുഷ്യരെ പോലെയാണ് ആര്? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ജേസെ, ഈ മരണത്തിനും ആപത്തിനും ഇടയ്ക്ക് പോലും മോഹത്തിനെ മായയും ഒതുക്കി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെ മേ ഫഡ്കാർ ഓർ ഖുടുക്കിയാ ഖാക്കർ ഭീ, ഞാൻ ഫഡ്കാർ എന്താണ്? ഈ ഒരു വഴക്കും ഉപദേശങ്ങളും ഒക്കെ, ഖാക്കർ എന്ന് വെച്ചാൽ കഴിച്ചിട്ട്, ഖാക്കർ ഭീ എന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോലും,
അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും ഉപദേശവും വഴക്കും ഒക്കെ കേട്ടിട്ട് പോലും ഖേൽ കൂദ് കാ തിരസ്കാർ ന കർ സക്താ ഥാ, കളിക്കരുതെന്ന് എന്നോട് പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. കളി ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷെ ടൈം ടേബിൾ ഉപേക്ഷിക്കാനാണെങ്കിൽ ഞാൻ മിടുക്കനാണ്, എനിക്ക് എത്ര മാർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷേ കളി ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ നടക്കത്തില്ല. ഓക്കെ, അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, അപ്പോൾ സാലാന ഇംതിഹാൻ ഹുവ, കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സാലാന ഇംതിഹാം ഹുവ, അതായത് സാലാന ഇയർലി, വാർഷിക, ഇംതിഹാൻ എക്സാം, ഹുവ അതായത് ഇയർലി എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം കഴിഞ്ഞു. ആ ഒരു വർഷത്തെ ആനുവൽ എക്സാം കഴിഞ്ഞു. ഭായി സാഹബ് ഫെയിൽ ഹോ ഗയെ, ഭായി സാഹബ് എന്ത് ചെയ്തു? ഫെയിലായിപ്പോയി. മേ പാസ് ഹോ ഗയ, ഞാൻ പാസ്സായി. ആര്? ബഡേ ഭായി സാഹബ് ഫെയിലായി, ഛോട്ടെ ഭായി സാഹബ് എന്തായി? പാസ്സായി. ഓർ ദർജമേ പ്രഥമായ, വെറുതെ പാസ്സായത് മാത്രമല്ല ദർജമേ അതായത് ക്ലാസ്സിൽ പ്രഥം ആയ, ഫസ്റ്റായി. എക്സാമിൽ പാസ്സായെന്ന് മാത്രമല്ല ക്ലാസ് ഫസ്റ്റായിട്ടാണ് പാസ്സായത്. ആര്? നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ്. ബഡേ ഭായ് സാഹബ് ഫെയിലായി. മേരെ ഓർ ഉൻകെ ബീച്ച് മേ കേവൽ 2 സാൽ കാ അന്തർ രഹ് ഗയാ, എൻ്റെയും മേരെ അതായത് ഛോട്ടെ ഭായ് സാഹബിൻ്റെയും ഉൻകെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബഡേ ഭായ് സാഹബ് കെ, ഛോട്ടെ ഭായ് സാഹബിൻ്റെയും ബഡേ ഭായ് സാഹബിൻ്റെയും ബീച്ച് മേം ഇടയിൽ കേവലം 2 സാൽ കാ അന്തർ രഹ് ഗയ, ക്ലാസ്സിൻ്റെ ഇടയിലാണ് 2 വർഷത്തെ 2 ക്ലാസ്സിൻ്റെ വ്യത്യാസം മാത്രമായി. ആദ്യം നമ്മളെന്താ കണ്ടത്? ആദ്യം നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ 5വീം കക്ഷാ മേ ധാ, ബഡേ ഭായ് സാഹബ് 9വീം ജമാത്ത് മേ ധി. ഇത് നമ്മൾ കണ്ടതാണ്, 5ലും 9ലും ആയിരുന്നു. ഈ വർഷത്തെ എക്സാം കഴിഞ്ഞപ്പം ബഡേ ഭായ് സാഹബ് വീണ്ടും തോറ്റ് 9ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നു. പിന്നെന്താണ്, നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് 6ലേക്ക് കയറി. ഇപ്പോൾ എത്ര ക്ലാസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്? 7ഉം 8ഉം ആണ് അവരുടെ ഇടയിലുള്ള ഡിഫറൻസ്. 2 ക്ലാസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജി മേ ആയ, മനസ്സിൽ ജി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. എൻ്റെ മനസ്സിൽ വന്ന കാര്യം, അതായത് ഛോട്ടെ ഭായ് സാഹബിൻ്റെ മനസ്സിൽ വന്ന കാര്യം എന്താണ്? ഭായ് സാഹബ് കോ ആടേ ഹാത്തോ ലൂ, അതായത് ഭായ് സാഹബിന് ആടേ ഹാത്തോ ലൂ എന്ന് പറയുന്നത് അതും ഒരു മുഹാവരയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കഠോർ വ്യവഹാർ കർണ, ചുട്ട മറുപടി കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് കഠോർ വ്യവഹാർ കർണ. ആടേ ഹാത്തോലു, മനസ്സിൽ വന്നത് എന്താണ്? ബഡേ ഭായ് സാഹബിന് ചുട്ട മറുപടി കൊടുക്കണം. എന്താണ് ആ മറുപടി? അദ്ദേഹം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മറുപടി, ആപ്കി വഹ് ഘോർ തപസ്യ കഹാ ഗയി, നിങ്ങളുടെ ആ ഘോരമായ തപസ്യ, നിങ്ങൾ തപസ് ചെയ്തതൊക്കെ എവിടെ പോയി? നിങ്ങൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചതല്ല എവിടെ പോയി? മുझे देखिए, എന്നെ നോക്ക്, മസേ സെ ഖേൽത്താ ഭി രഹാ ഓർ ദർജെ മേ അവൽ ഭി ഹു, എന്നെ നോക്കി, എന്നെ കണ്ട് പഠിക്കും. ഞാൻ നല്ല സന്തോഷത്തോടെ കളിക്കുകയും ചെയ്തു, അതുമാത്രമല്ല ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റുമായി. ഇതാണ് ചുട്ട മറുപടിയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ലേക്കിൻ പക്ഷേ വഹ് ഇത്നേ ദുഃഖി ഓർ ഉദാസ് ധേ, നമ്മുടെ ബഡേ ഭായ് സാഹബ് വളരെ ദുഃഖിതനായിരുന്നു. ഉദാസ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു സാഡായിട്ട് സെഡായിട്ട് ഇരിക്കുകയായിരുന്നു. ആര്? നമ്മുടെ ബഡേ ഭായ് സാഹബ്. കി മുझे ഉൻസെ ദിലി ഹംദർദി ഹുയി, അതുകൊണ്ട് തന്നെ ദുഃഖി ഓർ ഉദാസ് ദേഖി, അതുകൊണ്ട് തന്നെ മുझे ഛോട്ടെ ഭായ് സാഹബിന് ഉൻസെ ദിലി ഹംദർദി ഹുയി, അദ്ദേഹത്തോട് മനസ്സിലൊരു ദയ അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നി. ഓർ ഉൻകെ, അതാണ് ഹംദർദി, ദയ അല്ലെങ്കിൽ സഹതാപം. ഓർ ഉൻസെ ഖാവ് പർ, എന്നിട്ട് എന്ത് ചെയ്തു? ഉൻകെ ഖാവ് പർ നമക് छिड़कने का विचार ही लज्जास्पद जान पड़ा. ഖാവ് പർ നമക് छिड़कന എന്ന് പറഞ്ഞാൽ അതും ഒരു മുഹാവരയാണ്. ഈ മുറിവിനകത്ത് ഉപ്പിട്ടാൽ എങ്ങനെ ഇരിക്കും? ഖാവെന്ന് വെച്ചാൽ മുറിവ്, നമക്കെന്ന് വെച്ചാൽ ഉപ്പ്. മുറിവിനകത്ത് ഉപ്പിട്ടാൽ എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും അല്ലേ, നല്ല നീറ്റലായിരിക്കും. അതാണ് ഈ സന്ദർഭത്തിനോട് നമ്മുടെ ഛോട്ടെ ഭായ് സാഹബ് ഉപമിച്ചത്. എന്ന് വെച്ചാൽ എന്താണ്? ഇത്രയും വിഷമിച്ചിരിക്കുന്ന ആളോട് ഇനി പോയി ആ ചുട്ട മറുപടിയും കൂടെ പറഞ്ഞാൽ
ഒരാളുടെ മുറിവിനകത്ത് ഉപ്പിടുന്ന രീതിയിലാകും. ആ ഒരു വിചാരം തന്നെ ഇങ്ങനെ പറയണം, ചേട്ടനോട് ഇങ്ങനെ പറയണം എന്ന് ഞാൻ വിചാരിച്ച ആ ഒരു വിചാരം തന്നെ ലജ്ജാസ്പദമാണ്. ലജ്ജിക്കുന്ന ഞാൻ എന്താണ് ഒരു നാണം കെട്ട പരിപാടിയാണ് ചെയ്യാൻ പോയത്, ചെയ്തില്ലല്ലോ എന്ന് ആർക്ക് തോന്നി? ഛോട്ടെ ഭായ് സാഹബിന് തോന്നി. हाँ अब मुझे अपने ऊपर कुछ अभिमान हुआ और आत्मसम्मान भी बढ़ा. ഇപ്പം എന്താണ്? ശരിയാണ്. അബ് മുझे अपने ऊपर ഛോട്ടെ ഭായ് സാഹബ് പറയാണ്, ഇപ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഒരു അഭിമാനമുണ്ടായി. ഓർ ആത്മസമ്മാൻ ഭീ ബഡ. സ്വയം സമ്മാൻ അഭിമാനം അല്ലെങ്കിൽ ഒരു ആദരം എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ്. എനിക്ക് എന്നോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അത് കുറച്ചും കൂടെ കൂടി എന്നാര് പറയാണ്? ഛോട്ടെ ഭായ് സാഹബ് പറയാണ്. ഭായ് സാഹബ് കാ വഹ് റൗബ് മുझ് പർ ന രഹാ. ഭായ് സാഹബിനോടുള്ള ഒരു റൗബ്, അതായത് പേടി, മുझ് പർ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ്, മുझ് പർ ന രഹാ. അപ്പം പേടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ഭയങ്കര പേടിയായിരുന്നു അല്ലേ? എന്തുവാ ഇപ്പം മരിക്കൂ എന്നുള്ള രീതിയിലാണ് പതുക്കെ കയറി നടന്നു വന്നതും എല്ലാം. പക്ഷെ ഇപ്പം എന്തായി? ആ ഒരു പേടി ഇല്ലാതെയായി എന്ന് ആര് തന്നെ പറഞ്ഞു? ഛോട്ടെ ഭായ് സാഹബ് തന്നെ പറഞ്ഞു. ആസാദി സെ ഖേൽ കൂദ് മേ ശരീക് ഹോനെ ലഗാ. ആസാദി സെ ഫ്രീഡത്തോടെ, നല്ല ഫ്രീഡത്തോടെ, ഖേൽ കൂദ് മേ കളികളിലൊക്കെ എന്താണ്? ശരീക് ഹോനെ ലഗ, ഷാമിൽ ഹോനെ ലഗ. എന്താണ്? പോയി കളിക്കാനൊക്കെ, ഫ്രീ ആയിട്ട് പോയി കളിക്കാനൊക്കെ തുടങ്ങി. ആ ഒരു ശീലത്തിലേക്ക് അങ്ങ് ഇറങ്ങി. ദിൽ മസ്ബൂത്ത് ഥാ, മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ദിൽ മസ്ബൂത്ത് ഥാ. അഗർ ഉൻഹോനെ ഫിർ മേരി ഫസീഹത് കീ. ഇനി എങ്ങാനും ആ ഉൻഹോനെ എന്ന് വെച്ചാൽ എന്താണ്? ബഡേ ഭായ് സാഹബ് ഇനിയും എന്നെ ഫസീഹത് കി അപമാനിച്ചാൽ തോ സാഫ് കഹ് ദൂങ്ക. സാഫ് എന്താണ്? സാഫ് എന്ന് വെച്ചാൽ എന്താണ്? സാഫ് മീൻസ് നല്ല പോലെ, നല്ലത്. കഹൂങ്ക നല്ല പോലെ പറയും, മലയാളത്തിലെ ആ ഒരു രീതി തന്നെ. സാഫ് കഹൂങ്ക, നല്ലത് ഞാൻ പറയും. ഇനി എന്നെ അപമാനിച്ചാൽ ഞാൻ നല്ലത് ഞാൻ പറയും. ആപ്നെ അപ്ന ഖൂൻ ജലാക്കർ കോൺസാ തീർ മാർ ലിയ. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ആപ്നെ നിങ്ങൾ നിങ്ങളുടെ ഖൂൻ ജലാക്കർ അതും മുഹാവരയാണ്. ഖൂൻ ജലാന എന്ന് വെച്ചാൽ എന്താണ്? കഠിൻ പരിശ്രമം കർണ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് വരുന്നത് ഖൂൻ ജലാനായിക്ക്. ഓക്കെ, ഇത്രയും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ട് നിങ്ങൾ കോൺസാ തീർ മാർ ലിയ എന്ന് വെച്ചാൽ സഫൽ കർണ എന്നാണ്, അത് മുഹാവരയാണ്. അപ്പോൾ കോൺസാ തീർ മാർ ലിയ, നിങ്ങൾ എന്ത് സഫലതയാണ് നേടിയത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട്? മേഥോ കേൽത്തെ കൂതത്തെ ദർജമേ ഔവൽ ആയ, ഞാൻ ഇത്രയും കളിച്ച് നടന്നിട്ടും ക്ലാസ്സിൽ ഫസ്റ്റായി എന്ന് പറയാൻ ആര് തീരുമാനിച്ചു? വീണ്ടും ഛോട്ടെ ഭായ് സാഹബ് തീരുമാനിച്ചു. ഇത് പറയുമോ എന്ന് നമുക്ക് നോക്കാം. ജബാൻ സെ യഹ് ഹേക്കടി ജതാനെ കാ സാഹസ് ന ഹോനെ പർ. ജബാൻ സെ യഹ് ഹേക്കടി ജതാനെ കാ സാഹസ് ന ഹോനെ പർ. എന്താണ്? ഇങ്ങനെ ഒരു പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ഹേക്കടി അഹങ്കാരം, കമണ്ട്, അഹങ്കാരം കാണിക്കാനുള്ള സാഹസം എനിക്കില്ലെങ്കിലും, ഇങ്ങനെയൊന്നും പറയാനുള്ള ആ ഒരു ധൈര്യം എനിക്കില്ലെങ്കിലും, മേരെ രംഗ് ഡങ്ക് സേ, എൻ്റെ പോക്ക് വരവ്, എൻ്റെ പുറത്തോട്ടുള്ള പോക്കും വരവും ഒക്കെ കണ്ടാൽ സാഫ് ഉറപ്പായിട്ടും ജാഹിർ ഹോത്താ ധാ. ജാഹിർ എന്ന് വെച്ചാൽ എന്താ? സ്പഷ്ടമാവുക അല്ലെങ്കിൽ മനസ്സിലാകുക. എന്തുമായാലും എൻ്റെ ഈ ഒരു പോക്കിലും വരവിലും ചോദിക്കാതെ ഇറങ്ങി പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടാൽ തന്നെ ഉറപ്പായിട്ടും സ്പഷ്ടമാണ്. എന്താണ്? കി ഭായി സാഹബ് കാ വഹ് ആതങ്ക് മുझ് പർ നഹീ ഥാ. ഭായി സാഹബിനോടുള്ള ആ ഒരു പേടി എനിക്കിപ്പോൾ ഇല്ല എന്ന് ആർക്കായാലും സ്പഷ്ടമാവും, മനസ്സിലാവും എന്ന് ഛോട്ടെ ഭായ് സാഹബ് തന്നെ പറയുന്നു. ഭായ് സാഹബ് നെ ഇസെ ഭാംബ് ലിയ. ഭായ് സാഹബ് നെ ഇസെ എന്താണ്? ഭാംബ് ലിയ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഭായ് സാഹബിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്താണ്?
പേടി ഇല്ല എന്നുള്ളത്. ആർക്ക് പേടിയില്ല എന്നുള്ളത്? ഛോട്ടെ ഭായ് സാഹബിന് പേടിയില്ല എന്നുള്ളത് ആർക്കറിയാമായിരുന്നു? ആർക്ക് മനസ്സിലായിരുന്നു? ബഡേ ഭായ് സാഹബിന് അറിയാമായിരുന്നു. ഉൻകി സഹജ് ബുദ്ധി, അദ്ദേഹത്തിൻ്റെ സഹജമായ ബുദ്ധി, അതായത് കോമൺ സെൻസ്, ബഡി തീവ്രധി, വളരെയധികം തീവ്രമായിരുന്നു. പുതിയൊരു സവിശേഷതയും കൂടെ കിട്ടിയല്ലേ. ആദ്യത്തെ എന്തായിരുന്നു? വഹ് ബഹുത് അധ്യയൻശീൽ ധേ, കഠിനാധ്വാനിയായിരുന്നു. രണ്ടാമത്തത് ഉപദേശ് കി കലാമെ നിപുൺ ധേ, വളരെയധികം നല്ലപോലെ ഉപദേശിക്കുമായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടി. ഉൻകി സഹജ് ബുദ്ധി ബഡി തീവ്രതി, അദ്ദേഹത്തിൻ്റെ സഹജമായ ബുദ്ധി വളരെയധികം, അല്ലെങ്കിൽ കോമൺ സെൻസ് വളരെയധികം തീവ്രമായിരുന്നു. और एक दिन जब मैं भोर का सारा समय गुल्ली डंडे की भेंट करके ठीक भोजन के समय लौटा. അപ്പോൾ നമുക്ക് നോക്കാം. और एक दिन, ഒരു ദിവസം, जब मैं, ഒരു ദിവസം ഞാൻ, मैं, ഭോർ കാ സാരാ സമയ്, ഭോർ കാ പ്രഭാത് കാ, രാവിലത്തെ മുഴുവൻ സമയവും, ഗുല്ലി ഡണ്ടയ്ക്ക് ഭേണ്ട് കരക്കെ, ഗുല്ലി ഡണ്ട കുട്ടിയും കോലും കളിച്ചിട്ട് ടീക്ക് ഭോജൻ കെ സമയം ലൗട്ട, കഴിക്കാൻ സമയമായപ്പോൾ കറക്റ്റ് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ കറക്റ്റ് സ്വഭാവം ഞാൻ കാണിച്ചു. എന്താണ്? ഒരു ദിവസം മുഴുവൻ, രാവിലെ മുഴുവൻ ഗുല്ലി ഡണ്ട കളിച്ചിട്ട് തിരിച്ച് കഴിക്കാൻ സമയമായപ്പോൾ കറക്റ്റ് കയറി വന്നു. തോ ഭായ് സാഹബ് നെ മാനോ തൽവാർ ഖീഞ്ച് ലി, ഭായ് സാഹബ് എന്താണ്? തൽവാർ ഖീഞ്ച് ലി, വാളെടുത്ത് എന്നെ വെട്ടി. അങ്ങനെയാണോ? വെട്ടിയോ? വെട്ടിയെന്നല്ല, പിടിച്ചു, കയ്യോടെ പൊക്കി. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓർ മുझ पर टूट पड़े देखता हूँ, എന്നിട്ട് എന്ത് ചെയ്തു? मुझ पर टूट पड़े देखता हूँ എന്ന്. टूट पड़े देखता हूँ എന്ന് വെച്ചാൽ എന്നെ ആക്രമിച്ചു. इस साल पास हो गए, ഈ വർഷം പാസ്സായി. और दर्जे में अव्वल आ गए, എന്നിട്ട് എന്താണ്? ക്ലാസ്സിൽ ഫസ്റ്റും ആയി. തുമേ ദിമാഗ് ഹോ ഗയ, നിനക്ക് ദിമാഗ് ഹോ ഗയ. ദിമാഗ് എന്ന് വെച്ചാൽ ബുദ്ധിയാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഹങ്കാരം. നിനക്ക് അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതാര് പറയുന്നത്? ബഡേ ഭായ് സാബ് ആക്രമിച്ച്, എങ്ങനെയാണ്? വാക്കുകൾ കൊണ്ടാണ് ആക്രമിച്ചതല്ലേ. ഇസ് സാൽ പാസ് ഹോ ഗയി, ഈ വർഷം നീ പാസ്സായി, ക്ലാസ്സിൽ ഫസ്റ്റുമായി. പക്ഷെ അപ്പോൾ നിനക്ക് എന്തായി? അഹങ്കാരവുമായി. മഗർ ഭായി ജാൻ, എടാ അനിയ, ഖമണ്ട് തോ ബഡേ ബഡേ കാ നഹി രഹ, വലിയ ആൾക്കാർക്ക് പോലും അഹങ്കാരം കുറേ നാളത്തേക്ക് നിലനിൽക്കത്തില്ല. തുമ്ഹാരി ക്യാ ഹസ്തി ഹേ, എന്നിട്ട് നിനക്കെന്താണിത്? വലിയ ആൾക്കാർ പോലും അഹങ്കാരം കൊണ്ടൊന്നും നേടിയിട്ടില്ല, പക്ഷെ നിനക്കെന്താണ്? നിനക്കെന്തെങ്കിലും നേടാൻ പറ്റുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഇതിഹാസ് മേ രാവൺ കാ ഹാൽ തോ പഠാ ഹി ഹോഗ, ഇതിഹാസ്, ഹിസ്റ്ററിയിൽ രാവണനെക്കുറിച്ച്, രാവണൻ്റെ വിധിയെക്കുറിച്ച്, രാവൺ കാ ഹാൽ തോ പഠാ ഹി ഹോഗ, വായിച്ചിട്ടില്ലേ? ഉസ്കെ ചരിത്ര സേ തുമ്നെ കോൺസാ ഉപദേശ് ലിയ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നിനക്ക് എന്ത് ഉപദേശമാണ് കിട്ടിയത്? യായോ ഹി പഠുകയെ, വായിച്ചിട്ടുണ്ടായിരിക്കും. മഹസ് ഇംതിഹാൻ പാസ് കർ ലേന കോയി ചീസ് നഹി, വെറുതെ മഹസ് സിർഫ്, കേവലം, ഇംതിഹാൻ പാസ് കർ ലേന, എക്സാം പാസ്സാവുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. എന്താണ്? നീ മറ്റ് സാധനം വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അതുകൊണ്ട് വെറുതെ എക്സാം പാസ്സാവുന്നതിലല്ല കാര്യം. അസൽ ചീസ് ഹേ, യഥാർത്ഥ കാര്യം എന്താണ്? പിന്നെ അസൽ ചീസ് ഹേ ബുദ്ധി കാ വികാസ്, ബുദ്ധി വികസിക്കുക. ജോ കുച്ച് പഠോ, എന്തെങ്കിലും വായിച്ചാൽ ഉസ്ക അഭിപ്രായ സമച്ചോ, അത് വായിച്ച് കാണാപ്പാടമാക്കാനുള്ളതല്ല, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോറൽ എടുക്കാനാണ്, അത് എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. എന്താണ്? ഈ രാവണൻ്റെ കാര്യം വായിച്ചില്ലേ? അത് നീ വെറുതെ വായിച്ചു പോയി, ക്ലാസ്സിൽ ഫസ്റ്റായി, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും നീ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ആ വായിച്ചതിൽ നിന്ന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ ആരിപ്പോൾ പറഞ്ഞു കൊടുക്കും? നമ്മുടെ ബഡേ ഭായ് സാഹബ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കും അല്ലേ. എന്താ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. രാവൺ ഭൂമണ്ഡൽ കാ സ്വാമി ഥാ, രാവണൻ
ഭൂമണ്ഡൽ ഭൂമിയുടെ മുഴുവൻ സ്വാമി അതായത് ഭരണാധികാരിയായിരുന്നു. ऐसे രാജാവോं को ചക്രവർത്തി कहते हैं. ഇങ്ങനെയുള്ള രാജാക്കന്മാർക്ക് ചക്രവർത്തി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആജ്കൽ അംഗ്രേസോं के राज्य का विस्तार बहुत बड़ा हुआ है. ഇപ്പോഴൊക്കെ ഈ ഒരു സമയത്ത് അംഗ്രേസോं के राज्य का विस्तार ഇംഗ്ലീഷുകാരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ സാമ്രാജ്യത്തിൻ്റെ എന്താണ് വിസ്താരം, അതായത് ആ ഒരു എന്തുവാ വലിപ്പം ബഹുത് ബഡാ ഹുവാ ഹെ. ഇപ്പം ഇംഗ്ലീഷ് അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു എന്താണ് സാമ്രാജ്യം വളരെയധികം വലുതാണ്. പർ ഇൻഹേൻ ചക്രവർത്തി നഹി കഹ സക്തെ. എന്നിട്ട് പോലും അവരെ ചക്രവർത്തി എന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, എന്താണ് രാവണൻ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയാണ്. ബ്രിട്ടീഷുകാർക്കും ഏകദേശം ഇഷ്ടംപോലെ രാജ്യങ്ങൾ അവരുടെ കീഴിലുണ്ട്, എന്നിട്ട് പോലും അവരെ ചക്രവർത്തി എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? संसार में अनेक राष्ट्र अंग्रेज़ों का आधिपत्य स्वीकार नहीं करते. സംസാർ ലോകത്തിൽ അനേക രാഷ്ട്ര കുറേയധികം രാജ്യങ്ങൾ അംഗ്രേസോങ്ക ആധിപത്യ എന്താണ് ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്വീകാർ നഹീ കർത്തെ സ്വീകരിക്കുന്നില്ല. ബിൽക്കുൽ സ്വാധീന ഹെ, ബിൽക്കുൽ സ്വതന്ത്ര ഹെ. എപ്പോഴും എന്താണ് സ്വതന്ത്രരാണ് അവർ ആ രാജ്യങ്ങൾ. അതുകൊണ്ട് അവരെ ചക്രവർത്തി എന്ന് വിളിക്കാൻ കഴിയില്ല. ഓക്കെ, ഫുള്ള് ഭൂമിയും അവരുടെ കീഴിലായാലേ നമുക്ക് അവരെ ചക്രവർത്തി എന്ന് വിളിക്കാൻ കഴിയൂ എന്നാണ് ബഡേ ഭായ് സാഹിബ് പറയുന്നത്. ഓക്കെ, संसार के सभी महबूब से कर देते हैं. രാജ്യത്തിലെ രാവൺ ചക്രവർത്തി രാജാഥ. ഓക്കെ, രാവണൻ ചക്രവർത്തിയായിരുന്നു. ലോകത്തിലെ എല്ലാ മഹീബ് രാജാക്കന്മാരും ഉസെ കർ ദേത്തെ ഹേ എന്ന് വെച്ചാൽ കരമടയ്ക്കുമായിരുന്നു, ടാക്സ് അടയ്ക്കുമായിരുന്നു. ആർക്ക്? രാവണന്. ഇങ്ങനെയൊക്കെയാണ് ബഡേ ഭായ് സാഹിബ് പറയുന്നത്. എനിക്കിതിന് എത്രമാത്രം ഇതുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബഡേ ബഡേ ദേവത ഉസ്കി ഗുലാമി കർത്തേ ഥേ. വലിയ വലിയ ദേവതകൾ പോലും അദ്ദേഹത്തിൻ്റെ അടിമപ്പണി ചെയ്യുമായിരുന്നു. ആഗ് ഓർ പാനി കെ ദേവതാ ഭി ഉസ്കെ ദാസ് ഥേ. എന്താണ് ആഗ്? തീയുടെ ദേവത, ജലത്തിൻ്റെ ദേവത. ഈ ദേവതകളെല്ലാം അദ്ദേഹത്തിൻ്റെ ദാസരായിരുന്നു. മഗർ ഉസ്കാ അന്ത് ക്യാ ഹേ. എന്നിട്ട് നോക്ക് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചത്? ഇത്രയും ഉണ്ടായിരുന്ന ആൾ അഹങ്കരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ചോട്ടെ ഭായ് സാഹിബ് എന്താണ് വെറും ഒരു ക്ലാസ്സിൽ ഫസ്റ്റായി എന്നുള്ളൊരു കാര്യത്തിൽ അഹങ്കരിച്ചാൽ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? ഓക്കെ, ഘമണ്ഡ് നെ ഉസ്കാ നാം നിഷാൻ തക് മിട്ട് ദിയ. അഹങ്കാരം കാരണം അദ്ദേഹത്തിൻ്റെ നാം നിഷാൻ തക് നാമാവശേഷമായി പോയി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതാണ് ഈ നാം നിഷാൻ തക് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, പൂർണ്ണ രൂപസെ നഷ്ട കർദേന എന്നാണ് അതിൻ്റെ അർത്ഥം. നാം നിഷാൻ തക് മിട്ട് ദിയാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അഹങ്കാരം കാരണം നശിച്ചു പോയി, നാമാവശേഷമായി പോയി. കോയി ഉസെ ഏക് ചുല്ലു പാനി ദേനെ വാലാ ഭി ന ബച്ചാ. കുറച്ച് വെള്ളം കൊടുക്കാൻ പോലും അവസാനം ആരും ഇല്ലായിരുന്നു രാവണന്. ആത്മീ और जो कुकर्म चाहे करे पर अभिमान न करे इतराए नहीं. अभिमान किया और दीन दुनिया दोनों से गया. ओके, എന്താണ് അഭിമാൻ കിയ ഓർ ദീൻ ദുനിയ ദോനോ സെ കഹാ ഗയ എന്ന് വെച്ചാൽ അതൊരു ദീൻ ദുനിയ ദോനോ സെ ഗയ എന്ന് വെച്ചാൽ കഹീം കാ നാ രഹന കഹീം കാ ന രഹന എന്ന് വെച്ചാൽ എവിടെയും എത്തില്ല, എവിടെയും ഇല്ല, മൊത്തത്തിൽ നശിച്ചു പോവും, നാമാവശേഷമായി പോവും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബഡേ ഭായ് സാഹിബ് പറയുന്നത്. അടുത്തത്, ഇപ്പോൾ രാവണനെ കുറിച്ച് കണ്ടല്ലോ, ഇനി ശൈത്താനെ കുറിച്ച് കുറച്ച് കാണാനുണ്ട്, നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫ്. ശൈത്താൻ കാ ഹാൽ ഭി പഠാ ഹി ഹോഗാ. ശൈത്താൻ്റെ ഹാൽ അവസ്ഥ ഗതിയും നീ വായിച്ചിട്ടുള്ളതല്ലേ.
ഉസേ യഹ് അഭിമാൻ ഹുവാ ധാ കി, അദ്ദേഹത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം എന്തായിരുന്നു? അദ്ദേഹമോ ശൈത്താൻ, ഓക്കെ, അവൻ്റെ അഹങ്കാരം എന്തായിരുന്നു? ഈശ്വർ കാ ഉസ്സെ ബഡ്കർ സച്ചാ ഭക്ത് കോയി ഹി നഹി. അപ്പോൾ ശൈത്താനെ കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ് ആ ശൈത്താൻ? ഇപ്പോൾ ഇത് ചിലരൊക്കെ ഇങ്ങനെ ശൈത്താനോ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തനോ? ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അവൻ്റെ അഹങ്കാരം എന്തായിരുന്നു? ഈശ്വർ കാ ഉസ്സെ ബഡ്കർ സച്ചാ ഭക്ത് കോയി ഹി നഹി. ഈശ്വരനെ നോടുള്ള നല്ല ഭക്തനാണ് എന്ത്? ശൈത്താൻ എന്ന് പറയുന്നത്. അവനേക്കാളിലും വലിയ ഭക്തൻ ആരുമില്ല എന്നതായിരുന്നു ശൈത്താൻ്റെ അഹങ്കാരം. മീൻസ് ഖുറാനിലെ ഇതനുസരിച്ച് എന്താണ് പറയുന്നത്? എന്താണ് ഇബലീസ് ശരിക്കും പറയുകയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു, ഏറ്റവും നല്ല ഭക്തനായിരുന്നു. അതിനുശേഷം ഈ ഒരു അഹങ്കാരം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ദുഷ്ടനായിട്ട് ഇത് മാറുന്നതും, ശൈത്താൻ മാറുന്നതും. എന്താണ് മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ച ആദം നബിയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തെ വണങ്ങാൻ പറയുമ്പോൾ ബാക്കി എല്ലാവരും വണങ്ങിയിട്ടും ഇബിലീസ് വണങ്ങിയില്ല. കാരണം എന്താണ്? ഇബിലീസിന് അഹങ്കാരമാണ്. എന്തിൻ്റെ അഹങ്കാരം? ഈശ്വർ കാ ഉസ്സെ ബഡ്കർ സച്ചാ ഭക്ത് കോയി നഹി ഹി നഹി. ഞാനല്ലാതെ ഈശ്വരനെ എന്നെക്കാളിലും കൂടുതൽ എന്താണ് ഭക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആരാധിക്കുന്നത് മറ്റാരുമില്ല എന്ന അഹങ്കാരമാണ് അവനെ നശിപ്പിച്ചത്. അന്ത് മേ യഹ് ഹുവാക്കി. അവസാനം എന്താണ് സംഭവിച്ചത്? സ്വർഗത്തിലായിരുന്ന നമ്മുടെ ഇബിലീസ് അല്ലെങ്കിൽ ശൈത്താൻ നരക് മേ ഡക്കേൽ ദിയാ ഗയാ. സ്വർഗ് സേ നരക് മേ ടക്കേൽ ദിയാ ഗയാ. സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് തള്ളി. എന്താണ്? നരകത്തിലേക്ക് തള്ളി. ഡക്കേൽ ദിയാ ഗയാ. അടുത്തത് ഷാഹറൂം ആരാണ്? റോം കാ രാജ. റോമിലെ ഒരു രാജാവായിരുന്നു ഷാഹറൂം എന്ന് പറയുന്നത്. നബി ഏക് ബാർ അഹങ്കാർ കിയ. ഒരു പ്രാവശ്യം അഹങ്കരിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ഭീക്ക് മാങ്ക് കർ മർ ഗയ. ഭിക്ഷ യാചിച്ച് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അഹങ്കാരം നല്ലതല്ല. തുമ്നെ തോ അഭി കേവൽ ഏക് ദർജ പാസ് കിയാ ഹെ. നീ കേവലം ഒരു ക്ലാസ്സാണ് പാസ്സായിരിക്കുന്നത്. ഒരു ക്ലാസ് പാസ്സായി എന്നതേ ഉള്ളൂ നിനക്ക് അഹങ്കരിക്കാനുള്ള കാര്യം. ഓർ അഭി സേ തുമ്ഹാരാ സിർ ഫിർ ഗയാ. എന്നിട്ട് പോലും കേവലം നീ ഒരു ക്ലാസ് പാസ്സായതേ ഉള്ളൂ, എന്നിട്ട് പോലും തുമ്ഹാരാ സിർ ഫിർ ഗയാ, അതായത് ഘമണ്ട് ഹോ ഗയാ, നിനക്ക് അഹങ്കാരമായി. തബ് തോ തും ആകെ പഠ് ചുക്കേ. ഇനി നീ മുന്നോട്ട് പോകാനുള്ളതാണ്. ഇനി നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത്രയും വലിയ ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഇനി നിനക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? യഹ് സമജ് ലോ കി തും അപ്നി മെഹനത് സേ നഹി പാസ് ഹുയേ. ഇത് നീ മനസ്സിലാക്കിക്കോ. യഹ് സമജ് ലോ, നീ ഇത് മനസ്സിലാക്കിക്കോ. കി എന്ത് മനസ്സിലാക്കാനാണ്? നോക്കാം. തും അപ്നി മെഹനത് സേ നഹി പാസ് ഹുവാ. നീ നിന്റെ കഠിനാധ്വാനം കൊണ്ടല്ല പാസ്സായത്. അത് നമുക്കും അറിയാമല്ലോ. കളിച്ച് നടന്ന ആളെങ്ങനെ പാസ്സായി? അന്ധേ കെ ഹാത്ത് ബട്ടേർ ലഗ് ഗയി. എന്താണ്? അയോഗ്യ വ്യക്തി കെ ഹാത്ത് മേ മഹത്വപൂർണ്ണ ചീസ് മിൽന. ഇതൊരു മുഹാവനയാണ്. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. കൊയ് അയോഗ്യ വ്യക്തി കെ ഹാത്ത് മേ, ഒരു അയോഗ്യനായ വ്യക്തിയുടെ കയ്യിൽ മഹത്വപൂർണ്ണ ചീസ് മില, മഹത്തായ ഒരു കാര്യം കിട്ടുക. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുരങ്ങൻ്റെ കൈ പൂമാല കിട്ടുക എന്ന് പറയും അല്ലേ? അതിനറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങനെയോ കിട്ടി. കഠിനാധ്വാനം കൊണ്ട് കിട്ടിയൊന്നുമല്ല, വെറുതെ എങ്ങനെയോ കിട്ടി. ഓക്കെ. മഗർ ബട്ടേർ കേവൽ ഏക് ബാർ ഹാത്ത് ലഗ് സക്തി ഹേ, ബാർ നഹി ലഗ് സക്തി ഹേ. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ബഡേ ഭായ് സാഹിബ് പറയുന്നത്? നീ ഒരു പ്രാവശ്യം എന്തായാലും ജയിച്ചു പോയി അല്ലേ? നിനക്ക് കയ്യിൽ ഒരു പ്രാവശ്യം കിട്ടി. എന്താണ്? നീ ക്ലാസ്സിൽ ഫസ്റ്റായി. പക്ഷേ ഇത് തന്നെ പിന്നെയും എന്താണ് സംഭവിക്കണമെന്നില്ല. കഭി കഭി ഗുല്ലി ഡണ്ടേ മേ ഭി അന്ധാ ചോട്ട് നിശാന പട് ജാത്താ ഹെ. ഗുല്ലി ഡണ്ടയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്.
പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഗുല്ലി ഡണ്ട എന്തുവാന്ന് അറിയാം, കുട്ടിയും കോലും ആണെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ കളിയുടെ നിയമങ്ങളൊന്നും അറിയില്ല. അതുപോലെ കുട്ടിയും കോലും അറിയാത്ത കുറേ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാനിത് ഫുട്ബോളിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മതിയായിരിക്കും അല്ലേ. അപ്പോൾ കബി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഫുട്ബോൾ ഗുല്ലി ഡണ്ടയ്ക്ക് പകരം ഞാൻ ഫുട്ബോൾ നോക്കുകയാണ്. ഫുട്ബോൾ മേ ബി എന്താ ചോട്ടിൻ നിശാന പട് ജാത്ത. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഫുട്ബോളിൽ അറിയാതെ ഒരാൾ പാസ് തന്നപ്പോൾ അറിയാതെ ഒന്ന് തട്ടിയതാണ്, കാല് കൊണ്ടതാണ്, പക്ഷേ ഗോൾ കയറി. അങ്ങനെ സംഭവിക്കാം അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഫുട്ബോളിൽ. ഇസ്സെ കോയി സഫൽ ഖിലാടി നെഹി ഹോ ജാത്ത ഹെ. ഇങ്ങനെ ആയെന്നും പറഞ്ഞാൽ അയാൾ നല്ല കളിക്കാരനായെന്നല്ല. സഫൽ ഖിലാടി വഹ് ഹെ ജിസ്കാ കോയി നിശാന ഖാലി ന ജായേ. എന്താണ് സഫലനായ ഖിലാടി, നല്ല കളിക്കാരൻ എങ്ങനെയാണ്? ഇങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് കയറുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും ഓരോ കിക്കും ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കും, ഒരെണ്ണം പോലും മിസ്സാവില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഗുഡ് പ്ലെയർ എന്ന് നമ്മുടെ ബഡേ ഭായ് സാഹിബ് പറയുന്നു. മേരെ ഫെയിൽ ഹോനെ പർ മത് ജാവോ. ഞാൻ ഫെയിലായത് നീ ഇങ്ങനെ അതിനകത്ത് പിന്നെ ചകഞ്ഞ് പോവാതിരിക്കും, നീ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ട. മേരെ ദർജമേ ആവോകെ. നീ എൻ്റെ ക്ലാസ്സിലേക്ക് വാ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന പോലെ. तो दांतों पसीना आ गया, അതും മുഹാവരയാണ്. ദാന്തവും പസീന ആ ഗയ മുസീബത്ത് മേ പഠന. എൻ്റെ ക്ലാസ്സിലോട്ട് വന്നാൽ നീ കഷ്ടപ്പെടും, നീ ട്രബിളിനകത്ത് നീ അകപ്പെടും, കെണിയിൽ അകപ്പെടുന്ന പോലെ ആയിരിക്കും. ജബ് ആൽജിബ്ര और ज्योमेट्री के लोहे के चने चबाने पड़ेंगे. ലോഹയൊക്കെ ചനെ ചബാനെന്ന് വെച്ചാൽ എന്താ, ഈ ലോഹം കൊണ്ടുള്ള പപ്പടം കടിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോഹം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പപ്പടം കടിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ കിടക്കും. അതുപോലെയാണ് കഠിൻ പരിശ്രമം കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരും. ആൽജിബ്രയും ജിയോമെട്രിയും പഠിക്കുന്നത് എന്തുപോലെയാണ്? കഠിനമായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും, കട്ടിയുള്ള പപ്പടം കടിക്കുന്നതിൻ്റെ കൂട്ടമാണ്. और इंग्लिस्तान का ഇതിഹാസ്, ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി പഠിനാ പടേക. ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി പഠിക്കേണ്ടി വരും എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ. ബാദ്ഷാഹോം കെ നാം യാദ് രഖ്ന ആസാൻ നഹി. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയൊക്കെ പേര് ഓർത്തിരിക്കുന്നത്. 8 ഹെൻറി ഹോ ഗുസറേ ഹേ. 8 ഹെൻറി ഉണ്ട്, 8 ഹെൻറി ഉണ്ട്. ഏകദേശം ഇങ്ങനെ ചുമ്മാ പറയുകയാണ്, 7 ഹെൻറിമാരാണുള്ളത്. ഹെൻറി കോൺസാ കാണ്ട് കിസ് ഹെൻറി കെ സമയമേ ഹുവാ. കുറച്ച് മേളിലോട്ട് പോവാ അല്ലേ. കോൺസാ കാണ്ട്, ഏതൊക്കെ സംഭവങ്ങൾ ഏത് ഹെൻറിയുടെ സമയത്താണ് നടന്നത്? ക്യാ യഹ് യാദ് കർ ലേന ആസാൻ സമസ്തേ ഹോ. ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നത് ഈസിയാണെന്നാണോ വിചാരം? ഒരു സംഭവം തന്നിട്ട് ഹെൻറി 1ൻ്റെ ആണോ 2ൻ്റെ ആണോ 3യുടെ ആണോ 4ൻ്റെ ആണോ 5ൻ്റെ ആണോ 6ൻ്റെ ആണോ 7ൻ്റെ ആണോ 8ൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ നീ ഏത് നമ്പർ എഴുതി വയ്ക്കും? അതൊക്കെ ഈസിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് ഭയങ്കര പാടാണ് മോനെ. ഹെൻറി 7वें की जगह ഹെൻറി 8वां लिखा और सब नंबर गायब. എന്താണ്, ഹെൻറി 7 എന്ന് എഴുതേണ്ട സ്ഥലത്ത് ഹെൻറി ആണെന്ന് അറിയാം, പക്ഷെ നീ ഹെൻറി 8 എന്ന് എഴുതി വെച്ചാൽ സബ് നമ്പർ ഗായബ്, ഫുൾ മാർക്ക് കട്ട്, 1 മാർക്ക് പോലും കിട്ടില്ല. സഫാച്ചട്ട്, വെറുതെ വെള്ളയായിട്ട് കിടക്കും, 0, 1 മാർക്കും കിട്ടാൻ പോകുന്നില്ല. സിഫർ ഭീ ന മിലേഗ, സിഫർ ഭീ യാദ് രഖോ. നീ ഓർത്ത് വെച്ചോ, സിഫർ ഭീ ന മിലേഗ. നമുക്ക് കാണാം, നീ എൻ്റെ ക്ലാസ്സിൽ വാ. സിഫർ എന്താണ്? 0 പോലും കിട്ടില്ല മോനെ. സിഫർ ഭീ, സഫാച്ചട്ട്, ബ്ലാങ്ക് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ അവിടെ. മനസ്സിലായോ? എന്താണ് 7 എഴുതേണ്ടടുത്ത് 8 എഴുതിയാൽ നിനക്ക് 0 പോലും കിട്ടത്തില്ല. അതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. നീ വാ, എൻ്റെ ക്ലാസ്സിലോട്ട് വാ, നമുക്ക് കാണാം. ഹോക്കിസ് വെയിറ്റ് ഹോക്കിസ് ഖയാൽ മേം. എന്താണ് ഹോക്കിസ് ഖയാൽ മേം എന്ന് പറയുന്നത്? എന്താണ് നീ ഇപ്പം ചിന്തിച്ചോണ്ട് എന്താണ് നിൻ്റെ വിചാരം? ഖയാൽ, വിചാരം എന്താണ്? വിചാർ ദർജനോൻ തോസ് ജസ്മു ഹുയെ ജെയിംസ് ഹുയെ ഹേ.
ഡസൻ കണക്കിന് ജെയിംസ് ആണടാ ഉള്ളത് ഹിസ്റ്ററിയിൽ. ദർജനോ വില്യം, ഡസൻ കണക്കിന് വില്യം കിടപ്പുണ്ട്. വില്യം 1, വില്യം 2. കോടിയോൻ ചാൾസ്, എത്ര ചാൾസ് ഉണ്ടെന്നാ? കോടിക്കണക്കിന് ചാൾസ് ഉണ്ട്. ദിമാഗ് ചക്കർ ഖാനെ, ദിമാഗ് ചക്കർ ഖാനെ ലഗ്താ ഹേ, എന്താണ് നിന്റെ ബുദ്ധി ചക്കർ ഖാനെ ലഗ്താ ഹേ. ഭ്രമ് മേ പഠനാ ഹേ, നിന്റെ തല കറങ്ങും. ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലായോ? ഇങ്ങനെയാണ് പറയുന്നത്. ആര്? ബഡേ ഭായ് സാഹബ് ഇട്ട് പേടിപ്പിക്കുവോ പഠിക്കാൻ വേണ്ടി, മനസ്സിലായോ? ആന്ധി രോഗ് ഹോ ജാത്തെ ഹേ, നിനക്ക് പ്രാന്ത് പിടിക്കും ചെറുക്ക, നിനക്ക് പ്രാന്ത് പിടിക്കുമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബഡേ ഭായ് സാഹബ് പറയുന്നത്. ഇൻ അഭാഗോങ്കോ നാം ഭീന ജുടുത്തേ ഥേ, ഇങ്ങനെയുള്ള അഭാഗോങ്കോ നാം ഭീന ജുടുത്തേ ഥേ എന്നുവെച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള മണ്ടന്മാർക്ക്, അല്ലെങ്കിൽ എന്തോ ഒരു വാക്കാണ് അഭാഗവും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇൻ അഭാഗവും, ഈ കിങ്സിനെ കുറിച്ച്, രാജാക്കന്മാരെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ പുറയിൽ പേര് പോലും അല്ല ചേർക്കുന്നത്. ഏക് ഹി നാം കെ പീച്ചെ ദോയം സോയം ചാറൂം പഞ്ചും ലഗാത്തെ ചലേകെ, വെറുതെ പേരിൻ്റെ കൂടെ എന്താ വേറെ നാമൊന്നും അല്ല ജുടുത്തേത് ചേർക്കുന്നത്. ഒരു പേര് തന്നെ എല്ലാവരും അങ്ങ് ഇട്ടേക്കുവാണ്. അതിൻ്റെ പുറയിൽ ദോയം സെക്കൻഡ്, സോയം തേർഡ്, എന്താണ് ചഹാറും ഫോർത്ത്, പഞ്ചും ഫിഫ്ത്ത്, ഹെൻറി സെക്കൻഡ്, വില്യംസ് തേർഡ്, വില്യംസ് 3. കണ്ടിട്ടില്ലേ നമ്മുടെ ഹിസ്റ്ററിയിലെ? ഈ പ്രാവശ്യത്തെ അല്ല, ഈ പ്രാവശ്യമാണോ 8ലാണോ? ആണ്, ഈ പ്രാവശ്യം തന്നെയാണ്. ലൂയിസ് 16, അയ്യോ ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം ലൂയിസ് 16 ഓർമ്മയുണ്ടോ മക്കളെ? അപ്പോൾ ലൂയിസ് 16 മുമ്പ് 15 വേറെ ലൂയിസ് ഉണ്ട്, മനസ്സിലായോ? ഇതുപോലത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. മുജ്സെ പൂച്ച്തേ തോ 10 ലാഖ് നാം പത്താ ദേത്താ, നീ എന്നോട് ചോദിക്കടാ, ഞാൻ ലക്ഷക്കണക്കിന് പേര് ഇതുപോലെ പറഞ്ഞു തരാം. ഒരു പേരിൻ്റെ കൂടെ ചുമ്മാ കുറേ നമ്പർ കൂട്ടി അങ്ങ് പറഞ്ഞാൽ പോരെയോ, എന്താണ് പാട് അല്ലേ? ലക്ഷക്കണക്കിന് പേര് ഞാൻ പറഞ്ഞു തരാം എന്ന് ആര് പറയുന്നു? നമ്മുടെ ബഡേ ഭായ് സാബ് പറയുന്നു. ഓർ ജിയോമെട്രി തോ ബസ് ഖുദാ ഹി പനാ, എന്താണ്? ജിയോമെട്രിയുടെ കാര്യം പറയണ്ട, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഗോഡ് സേവ്സ്, ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെയൊക്കെ കളി, മനസ്സിലായോ? ആ ബാജാ കി ജഗഹ്, ആ ബാജാ കി ജഗഹ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ABC എന്നാണ്. ആ ബാജ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ABC. ആ ബാജാ കി ജഗഹ് ആജാബാ ലിഖ് ദിയ ഓർ സാരേ നമ്പർ കടുകെ. ABC എന്ന് എഴുതേണ്ട സ്ഥലത്ത് ACB എന്ന് എഴുതിയാൽ ഫുൾ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന മാർക്കാണ്. സാരേ നമ്പർ ഫുൾ മാർക്ക് കട്ട് ഗയേ, ആ വാക്ക് ഇവിടെ കറക്റ്റാണ്. കട്ട് ഫുൾ മാർക്കും കട്ട് ചെയ്യും. ജിയോമെട്രിയുടെ കാര്യം അറിയാമല്ലോ എന്താണ്. എനിക്ക് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഞാൻ എക്സാമിന് ആ സമയത്ത് ഞാനിങ്ങനെ ജിയോമെട്രി പഠിച്ചു തുടങ്ങിയ സമയമാണ്. അപ്പോൾ 8ലാണെന്ന് തോന്നുന്നു. ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റെക്റ്റാങ്കിൾ വരച്ച ABCD എന്ന് എഴുതിയിട്ട് എന്താ അത് ഞാൻ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവും. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഡയഗണൽസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇപ്പോൾ AC = അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി ABCD എന്ന് എഴുതി. അപ്പോൾ എക്സാമിന് മാർക്ക് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാർക്ക് ഫുള്ള് തെറ്റിട്ടേക്കുന്നു, എന്നുവെച്ചാൽ ആൻസർ തെറ്റാ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ഞാൻ കറക്റ്റാണല്ലോ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞു, നീ ABCD ഇങ്ങനെയല്ല. എപ്പോഴും ഇത് എല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. എപ്പോഴും നമുക്കൊരു ABCD എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ വരികയാണ്, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. റെക്റ്റാങ്കിൾ വരികയാണെങ്കിൽ നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ജിയോമെട്രിയിൽ പേരെഴുതാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ABCD എന്ന് നമ്മൾക്ക് എഴുതാൻ നമ്മളോട് പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? മാന്യുവല്ലോ, ABCD ഇങ്ങനെ ഒരു ഓർഡറിലേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അത് ഏത് ഷേപ്പാണെങ്കിലും നമ്പർ വരുമ്പോൾ എവിടെന്നെങ്കിലും തുടങ്ങിയോ പിന്നെ ഒരു കണ്ടിന്യൂസ് ഓർഡറിലായിരിക്കണം നമ്മൾ പോവേണ്ടത് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇതുവരെ അതിൽ തെറ്റിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം തെറ്റിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം.
എന്താണ് कोई इन निर्दयी मुमतहिनों से नहीं पूछता कि आखिर ആ ബജ എന്താണ് കോയി ഇൻ നിർദയി ഇങ്ങനെ ദയയില്ലാത്ത മുംതഹിനോം അതെന്താണ് മുംതഹിനോം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എക്സാമിന് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിന് ഇടുന്ന ആൾക്കാർ ഇങ്ങനെ ദയയില്ലാത്ത മുംതിഹിനോം ഇവരോട് ആരും ചോദിക്കുന്നില്ല. ആരും ആരും ചോദിക്കുന്നില്ല. എന്ത് ചോദിക്കുന്നില്ല? ആഖിർ ആബാജ ഓർ ആജാബ മേ ക്യാ ഫർക്ക് ഹേ? ആബാജ ABC അല്ലെങ്കിൽ ആജാബ ACB ഇത് രണ്ടും തമ്മിൽ ക്യാ ഫർക്ക് ഹേ? ഫർക്ക് എന്നുള്ള വാക്ക് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഹിന്ദി പഠിക്കുന്ന സാഹിത്യമാണ്. ഈ ഫർക്ക് എന്നുള്ള വാക്ക് ഡെയിലി നമ്മൾ സംസാരിക്കുന്ന ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന വാക്ക് ഫർക്ക് എന്നാണ്. ഡിഫറൻസിന് ഫറക്ക് നഹീം പഠിത്ത അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫറക്ക് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. ആഖിർ ആബാജ ഓർ ആജാബ മേ ക്യാ ഫർക്ക് ഹേ? ACB ഓർ ABC മേ ക്യാ ഡിഫറൻസ് ഹേ? ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഓർ വ്യർത്ഥ കി ബാത്ത് കെ ലിയെ ക്യോ ഛാത്രോ കാ ഖൂൻ കർത്തേ ഹേ? ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾക്ക് വേണ്ടി എന്തിനാണ് സ്റ്റുഡൻസിൻ്റെ ഖൂൻ കർത്തേ ഹോ? അവരെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈ പറയുന്ന ശരിയാണോ എന്ന് ചോദിച്ചാൽ 50% മാത്രം എനിക്ക് പറയാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് പറ എന്ന് ആരും ചോദിക്കുന്നില്ല. ദാൽ ഭാത്ത് റൊട്ടി. ദാൽ എന്താണ്? പരിപ്പ്. ഭാത്ത് എന്താണ്? റൈസ്, ചോറ്. റൊട്ടി നമുക്കറിയാം, റൊട്ടി എന്താണ്? ചപ്പാത്തി പോലെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത്. ദാൽ ഭാത്ത് റൊട്ടി ഖായി യാ ഭാത് ദാൽ റൊട്ടി ഖായി ഇസ്മേ ക്യാ രഖാ ഹൈ? പരിപ്പും ചോറും റൊട്ടിയും കഴിച്ചെന്ന് പറയുന്നതും ചോറും പരിപ്പും റൊട്ടിയും കഴിച്ചെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് ഇതിലെന്താ ഇരിക്കുന്നത്? ഇതിലെന്താ കാര്യം? ഓർഡർ തെറ്റിയെന്നല്ലേ ഉള്ളൂ. മൂന്നും വയറ്റിൽ തന്നെ അല്ലേ പോകുന്നത് എങ്ങനെ കഴിച്ചാലും. മഗർ ഇൻ പരീക്ഷകോം കോ ക്യാ പർവാ? ഈ എക്സാമിനേഴ്സിന്, ഈ പരീക്ഷകവും ഇവർക്ക് ക്യാ പർവാ? എന്താണ് പ്രശ്നം? വഹ് തോ വഹി ദേഖ്തേ ഹേ ജോ പുസ്തക് മേ ലിഖാ ഹേ. അവർക്ക് എന്താണ് വേണ്ടത്? പുസ്തകത്തിൽ എന്തെഴുതിയിരിക്കുന്നോ അത് തന്നെയാണ് അവർക്കും ആൻസർ പേപ്പറിൽ വേണ്ടത്. എന്താണ് ഇതിലെന്താണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായാൽ അല്ല എഴുതേണ്ടത്. പുസ്തകത്തിൽ അതേ വാക്ക് അതേ സെൻറ്റൻസാണ് എഴുതേണ്ടത്. ഇപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും കാണാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പഠിക്കുന്ന ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പ്രസക്തമാണോ എന്നെനിക്കറിയില്ല. വഹ് തോ വഹി ദേഖ്തേ ഹേ ജോ പുസ്തക് മേ ലിഖാ ഹേ. അവരെന്താണ് കാണുന്നത്? പുസ്തകത്തിൽ എന്തെഴുതിയിരിക്കുന്നു അതാണ് അവർക്ക് കാണേണ്ടത്. ചാഹത്തെ ഹേ കി ലഡ്കെ അക്ഷർ രട്ട് ഡാലേ. എന്താണ് അവർക്ക് വേണ്ടത്? കുട്ടികൾ എന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങളും കറക്റ്റായിട്ട് ഉരുവിടണം, ആ ഒരു ഓർഡറിൽ ഉരുവിടണം. അതാണ് അവർക്ക് വേണ്ടത്. രട്ട് ഡാലെ, ഉരുവിടുക. മന്ത്രമൊക്കെ ഉരുവിടുന്ന കേട്ടിട്ടില്ല, അതുപോലെ കാണാതെ പഠിച്ച്. ഓർ ഇസി രട്ട അത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓർ ഇസി രട്ടന്ത് കാ നാം ശിക്ഷാ രഖ് ചോടാ ഹേ. എന്നിട്ട് ഈ ഒരു സമ്പ്രദായത്തിന്, ഈ ഒരു രട്ടന്ത്, ഈ ഒരു രീതിക്ക് പേരെന്താ ഇട്ടേക്കുന്നേ? ശിക്ഷ, എഡ്യൂക്കേഷൻ എന്ന് പേരും. ഇങ്ങനെ ഒരു പരിപാടിയും കാണിക്കുന്നു. പിള്ളേരെ കഷ്ടപ്പെടുത്തിയിട്ട് പേരെന്താ ഇട്ടേക്കുന്നേ? എഡ്യൂക്കേഷൻ. ഇത് ശരിയാണോ? ഓർ ആഖിർ ഇൻ ബേസിർ പയർ കി ബാത്തേം കെ പഠനേ സെ ഫായദ. എന്നിട്ട് അവസാനം ഇങ്ങനത്തെ വാലും തലയില്ലാത്ത മണ്ടത്തരങ്ങൾ, ബേസിർ പയർ കി ബാത്തേം, വാലും തലയില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് എന്താണ് ഫലം? എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഇസ് രേഖ പർ വഹ് ലംബ് ഗിരാദോ. ഇതൊരു ക്വസ്റ്റ്യനാണ്, എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇസ് രേഖ, ഈ ഒരു വര, ഇപ്പോൾ ഒരു മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു വര പർ വഹ് ലംബ ഗിരാദോ,
ഇപ്പോൾ ഒരു ലെങ്ത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു വര. तो ആധാർ ലംബ് സേ ഈ ബേസ് ആധാർ എന്ന് വെച്ചാൽ ബേസിൽ നിൽക്കുന്ന സോറി ഓക്കെ, ഈ ബേസ് ആധാരമായിട്ടുള്ള ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ലംബ്, അതായത് എന്താണ് നീളം, കെ ദുഗുന ഹോഗ, ഇതിനെ ഇരട്ടിയാക്കുക എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പൂച്ചിയെ ഇസെ പ്രയോജൻ ക്യാ ഹെ, ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്, ഇതിന് നിന്ന് എന്താണ് പ്രയോജനം. ദുഗുന നഹി ചൗഗുന ഹോ ജായേ യാ ആദാ ഹി രഹേ, എന്താണ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, ഒരു ലൈൻ തരും, അതിനെ ഇരട്ടിയാക്കുക അല്ലെങ്കിൽ 4 ഇരട്ടിയാക്കുക, പകുതിയാക്കുക. അപ്പോൾ ഇരട്ടിയല്ല 4 ഇരട്ടിയാക്കിയാലും അല്ലെങ്കിൽ പകുതിയാക്കിയാലും മേരി ബലാസെ എന്താണ് ലേക്കിൻ പരീക്ഷാമേ പാസ് ആവന, ഇതിൽ വലിയ മനസ്സിലാക്കാനൊന്നുമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ ഇതൊക്കെ വേണം, പരീക്ഷയ്ക്ക് പാസ്സാവാൻ ഇത് വേണം. തോ യഹ് സബ് ഖുരാഫത്ത് യാദ് കർണി ലഗേഹി പടേഗി, പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ യേ സബ് ഖുരാഫാത്ത്, ഈ മണ്ടത്തരങ്ങൾ, യേ വ്യർത്ഥ ബാത്തേ, ഒരു ഉപകാരവും ഇല്ലാത്ത ഇതുപോലത്തെ കാര്യങ്ങൾ വേണം പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാസ്സാവണമെങ്കിൽ ഇതൊന്നുമല്ല കാര്യം. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അനുഭവമാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്നൊക്കെ നമ്മുടെ ഇവിടെ ഭായ് സാഹിബ് പറയുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടം വരെ എടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം തന്നെ സമയം എത്രയായെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര സമയമായെന്ന് അറിയുന്നില്ല, ഞാൻ എപ്പോഴാണ് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കുറേ നേരമായെങ്കിൽ അത് ഭയങ്കര പണിയാണെന്ന് എനിക്കറിയാം. കാരണം ഞാനും ഒരു മണിക്കൂറിൽ കൂടുതലുള്ള ലെക്ചേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കട്ട ബോറായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ ബോറാക്കാനൊന്നും തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പക്ഷേ വീഡിയോയുടെ പാർട്സ് കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ എനിക്കൊരു വാക്ക് കാരണം, ഞാൻ ഇന്നലെ 9th സ്റ്റേറ്റ് സിലബസിൻ്റെ ക്ലാസ് എടുത്തപ്പോഴും ഇതേ കാര്യം പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഞാൻ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം അരമണിക്കൂറാണ്. പക്ഷേ ഞാൻ സമയം പോകുന്ന ഞാൻ അറിയുന്നില്ല. ഞാൻ കുറേ ഇതിങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഒരു വാക്ക് കാരണം എന്താണ്, നിങ്ങൾ എൻ്റെ ഞാൻ ഇടുമ്പോൾ വീഡിയോയുടെ പാർട്സ് ആയിട്ടിടുമ്പോൾ കുറേ പാർട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കാണണേ നിങ്ങൾ. ആ ഒരു വാക്ക് എനിക്ക് തന്നാൽ മതി. ഇത് ഫുള്ള് പാഠം പഠിച്ച് അമൻ ഷാഹിർ ഇത് കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ശരിക്കും നോട്ട് ചെയ്ത പേരാണത്. കാരണം ഞാൻ ഇടയ്ക്ക് ചാറ്റ് ചെയ്തിരുന്നു, കമൻറ്റ് ബോക്സിനകത്ത് തന്നെ ചാറ്റ് ചെയ്തിരുന്നു. അത് അവനാണെങ്കിൽ 14 ജൂണിന് മുമ്പ് ഇത് ഇടണമെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം കാണും, എക്സാം കാണും. എനിക്ക് അതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. മിക്കവരും ഇങ്ങനെ വിചാരിച്ചു ഈ അമൻ ഷാഹിർ എന്ന് പറയുന്ന ആരാണ്, അതെൻ്റെ സബ്സ്ക്രൈബറാണ്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ എന്ന് പറയുന്ന വാക്കിനോട് അത്ര താല്പര്യമില്ല. കാരണം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എന്ത് വലിയ വാക്കല്ലേ, എന്തോ ഒരു അകലം ഫീൽ ചെയ്യുന്നു. ശരിക്കും നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നവരെല്ലാം ഒന്നെങ്കിൽ നമ്മുടെ അനിയത്തിമാർ അല്ലെങ്കിൽ മക്കളുടെ രീതിയിലാണ് ടീച്ചേഴ്സ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതി കാണാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ, ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണം. എനിക്ക് ചുമ്മാ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കുന്നതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്നെ സഹായിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടും. നമ്മൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, നമ്മുടെ ഫ്രണ്ട്സും കൂടെ പഠിക്കണമല്ലോ. അതല്ലേ നമ്മൾ ഇതുപോലത്തെ ബഡേ ഭായ് സാബ് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉപദേശം സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് എന്താണ് മറ്റുള്ളവർക്കും കൂടെ ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ. അപ്പോൾ ഷെയർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്താൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സും കൂടെ പഠിച്ചു പോട്ടെ അല്ലേ. അപ്പോൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് 10th ക്ലാസ്സാണ്. ബാക്കി ഞാനിടുന്ന 9th 11th വീഡിയോസൊന്നും വലിയ ക്ലിക്കാവുന്നില്ല. അതെന്താണെന്നൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും 10th ബോർഡ് ക്ലാസ്സിൽ ഭയങ്കര ബോർഡ് ക്ലാസ്സിലാണ് കുറച്ച് മുട്ടിൽ തീ പിടിച്ച പോലെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ബോർഡ് ക്ലാസ്സിലെ വീഡിയോസൊക്കെ ക്ലിക്കാവുമെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ച് പേരെങ്കിലും കാണുമല്ലോ.
എന്താ 9th 11th ഒക്കെ അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ജീവിതം തീരുമാനിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നവർ, ബാക്കിയുള്ളവരുടെ കൂടെ കൂടാതെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പിന്നീട് ആസ്വദിക്കാൻ വേണ്ടി ഈ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന എല്ലാം ഒരു നാൾ റിസൾട്ടായിട്ട് വരും അല്ലേ. നിങ്ങളുടെ ടേബിളിലിരിക്കുന്ന ടേബിൾ ലാമ്പിൻ്റെ വെട്ടമാണ് നാളെ നിങ്ങൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവിടുത്തെ നിങ്ങളിലേക്ക് അടിക്കുന്ന ലൈറ്റായിട്ട് വരുന്നത് എന്നൊക്കെ ഓരോരുത്തർ മഹാന്മാർ, ഞാനല്ല കേട്ടോ, മഹാന്മാർ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ടാറ്റാ, അടുത്ത പാർട്ട് ഇടുമ്പോൾ കാണാം.